അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ക്ലാസിക്കൽ തിയറീസിലെ രണ്ടാമത്തെ അപ്രോച്ചായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് അപ്രോച്ചാണ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അപ്രോച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ ക്ലാസിക്കൽ തിയറിയിൽ ഒരെണ്ണം കൂടി ഉള്ളത് അതാണ് ബ്യൂറോക്രസി. ഓക്കെ, അപ്പോൾ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് അപ്രോച്ച് എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അപ്രോച്ചിൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ കോൺസെൻട്രേഷനും വർക്ക് ഫ്ലോറിൽ എന്താണ് നടക്കുന്നത്, അതിൻ്റെ എഫിഷ്യൻസി എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ്. ഒരു ഫാക്ടറി ആണെങ്കിൽ ആ ഫാക്ടറി ലൈനിൽ എന്തൊക്കെയാണ് കൂട്ടേണ്ടത്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രേഡിലാണെങ്കിൽ ആ ട്രേഡിൽ ആ റിയൽ ടൈമിൽ ഒരു മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത് അത് എങ്ങനെയാണ് കൂട്ടുക എന്നുള്ളതാണ്. അതായത് ഒരു ബേസിക് വർക്കേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ എഫിഷ്യൻസി എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ്. എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് അപ്രോച്ചിൻ്റെ അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് സ്ട്രക്ചർ, ഓർഗനൈസേഷൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ പരിശോധിച്ചിട്ട് അതെങ്ങനെയാണ് വേണം, അതിൻ്റെ ഫങ്ഷൻ കംപ്ലീറ്റ്ലി എങ്ങനെ വേണം എന്നുള്ള ഒരു അനാലിസിസും അതിന് വേണ്ടിയിട്ടുള്ള കുറേ തിയറീസുകൾ ഉണ്ടാക്കുകയാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് അപ്രോച്ചിൽ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് കോൺട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഹെൻറി ഫയോളാണ്. ഇദ്ദേഹത്തിനാണ് മാനേജീരിയൽ അപ്രോച്ചിൻ്റെ ഫാദർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. പിന്നെ ഇതല്ലാതെ തന്നെ ഒരുപാട് പേര് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിലെ ആൾക്കാരാണ് മൂണി ആൻഡ് റെയ്ലി, പിന്നെ ഗുള്ളിക്ക് ആൻഡ് ഉർവിക്ക്, അതേപോലെ തന്നെ മേരി പാർക്കർ ഫോളറ്റ്. പല ആൾക്കാരും മേരി പാർക്കർ ഫോളറ്റിനെ ന്യൂ ക്ലാസിക്കൽ തിയറീസിൻ്റെ ഒരു എന്താ പറയുക അഡ്വക്കേറ്റ് ആയിട്ടും, ചില ആൾക്കാർ ഇദ്ദേഹത്തിന് മേരി പാർക്കർ ഫോളറ്റിന് ഈ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് അപ്രോച്ചിൻ്റെ ഒരു എന്താ പറയുക ലാസ്റ്റ് പേഴ്സൺ എന്നുള്ള രീതിയിലും കണക്കാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ FW ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അപ്രോച്ച് ആയാലും ശരി, ബ്യൂറോക്രസിയിൽ മാർക്സ് വെബർ ആയാലും ശരി, ഇവർ ഓരോരുത്തരുടെയും തിയറിയാണ്. ഓക്കെ, ബ്യൂറോക്രസിയിൽ കുറച്ച് പേര് മാർക്സ്, അതുപോലെ കുറച്ച് പേര് കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി മെയിനായിട്ട് നമ്മളൊരു ഐഡിയൽ ടൈപ്പ് ഓഫ് ബ്യൂറോക്രസി എന്ന് വെബർ പറഞ്ഞതിനെ വെച്ചിട്ടാണ് നമ്മൾ ബ്യൂറോക്രസി പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FW ടൈലർ സയൻറ്റിഫിക് അപ്രോച്ച് പറയുന്നു, മാർക്സ് വെബർ ഐഡിയൽ ടൈപ്പ് ഓഫ് ബ്യൂറോക്രസി പറയുന്നത് ഓരോരുത്തരുടെ തിയറിയാണ്. അപ്പോൾ നമുക്കത് അങ്ങനെ പഠിച്ചു പോകാൻ എളുപ്പമാണ്. ഇതെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇപ്പം ഇത്രയും ആൾക്കാരുണ്ട്. ഇതല്ലാതെ ഇനി വേറെ പല ആൾക്കാരും ഇതിൽ കുറേശ്ശായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും തിയറി സെപ്പറേറ്റ് പഠിക്കുക, അതിൻ്റെ എന്താ പറയുക മറ്റു ആൾ പറഞ്ഞതിൽ നിന്ന് എന്താണ് വ്യത്യാസം, ഇതൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, പ്രത്യേകിച്ച് നമുക്ക് PSC പഠിക്കുന്ന ഒരാൾക്ക് അത്രയൊന്നും ഡീപ്പിലേക്ക് പോകേണ്ടതില്ല. അപ്പോൾ നമ്മൾ എന്താ പഠിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് അപ്രോച്ചിൽ ഒരു 10 ജനറൽ പ്രിൻസിപ്പിൾ ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും അംഗീകരിച്ച ഒരു 10 ജനറൽ പ്രിൻസിപ്പിൾ ഉണ്ട്. ഇത് നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ ഹെൻറി ഫയോളിൻ്റെ ഒരു 14 പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്. ഇതും നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഇതിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ഇതിനെ പഠിച്ചിട്ട് പോകാം. ഓക്കെ, നമുക്ക് ജനറൽ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റത്തെ തിയറി ഓഫ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്നുള്ളത് ഒരു ഓർഗനൈസേഷനെ കുറിച്ചാണ് പറയുന്നതെന്ന് നമുക്കൊരു മുൻധാരണ വേണം കേട്ടോ. ഒരു ഓർഗനൈസേഷനെ എങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ആക്കാം, ഈ ഡിപ്പാർട്ട്മെന്റ് ആക്കുന്നതുകൊണ്ട് എന്താ ഗുണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവരുടെ റെസ്പോൺസിബിലിറ്റി അവർക്ക് കൊടുക്കാം, ടാസ്കുകൾ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഉദാഹരണത്തിന് മാർക്കറ്റിങ്ങിന് ഒരു ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസിന് ഒരു ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷന് ഒരു ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങനെ ടാസ്ക് കൊടുക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സ്പെഷ്യലൈസേഷനും അവരുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനും കാരണമാവും. കാരണം വെച്ചാൽ മാർക്കറ്റിങ്ങിലുള്ള ആൾക്കാർ, അപ്പോൾ മാർക്കറ്റിങ്ങിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം വർക്ക് ചെയ്യണമെങ്കിൽ അവർ അക്യുമുലേറ്റ് ചെയ്യുന്ന നോളജ് അവർക്ക് അതിൽ തന്നെ ഡിസമിനേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൽ തന്നെ വർക്ക് ചെയ്യുന്ന പല മാനേജേഴ്സിനും അതിൻ്റെ പല സ്പെഷ്യൽ നോളജുകളും അവർക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു സ്പെഷ്യലൈസേഷൻ ആയിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മാറും.
ഓക്കെ, അങ്ങനെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെങ്കിൽ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഒരാൾ തന്നെ മാർക്കറ്റിംഗ് ചെയ്യുക, ഒരാൾ തന്നെ അതിന്റെ ഫിനാൻസ് നോക്കുക, ഒരാൾ തന്നെ അതിന്റെ പ്രൊഡക്ഷൻ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോരുത്തരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഇടുമ്പോൾ അവർക്ക് അവർക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ടാവില്ല. രണ്ടാമത്തത് വളരെയധികം കൺഫ്യൂസിങ് ആവും. പിന്നെ ഒരു ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ചെയ്യണം എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഇതിൽ തന്നെ ഈ ഗുല്ലിക്കിന്റെ ഒരു 4 Ps എന്ന് പറഞ്ഞിട്ടുണ്ട്. 4P, 4 Pകൾ. ഓക്കെ, അത് പർപ്പസ്, 2 പ്രോസസ്, 3 പേഴ്സൺസ്, 4 പ്ലേസ്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് 4 രീതികളിൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റലൈസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഒന്ന് പർപ്പസ്, ജസ്റ്റ് ഒന്ന് പറയുകയാണ് തന്നെ ഗുള്ളിക്കിന്റെ എങ്ങനെയാണ് ഇതെന്ന്. പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ്, അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഓൾഡ് ഏജ് വെൽഫെയർ, ആൾക്കാർക്കുള്ള വെൽഫെയർ ആണെങ്കിൽ അതൊരു പർപ്പസ് ആണ്. അപ്പൊ ആ പർപ്പസിനനുസരിച്ച് വേറെ പർപ്പസ് ഉള്ള ആൾക്കാരെ വേറെ ഡിപ്പാർട്ട്മെന്റ് ആക്കാം. ഇപ്പോൾ സ്റ്റുഡൻസിന് ഉള്ള ഇതാണെങ്കിൽ അവർക്ക് വേറെ അത് ചൈൽഡിനാണെങ്കിൽ ചൈൽഡിന്റെ, യൂത്തിനാണെങ്കിൽ യൂത്ത്. അങ്ങനെ പർപ്പസ് അനുസരിച്ചിട്ട് നമുക്ക് ഒരു ഓർഗനൈസേഷനെ ഡിപ്പാർട്ട്മെന്റുകളാക്കാം. ഇതാണ് പർപ്പസ് എന്ന് പറയുന്നത്. അടുത്തത് പ്രോസസ്സാണ്. പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു സ്കില്ലും കൂടിയാണ്. എന്ത് സ്കില്ലാണ് അവർ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നത്? ഇപ്പൊ എഞ്ചിനീയറിംഗ്, അതൊരു സ്കില്ലാണ്. അപ്പൊ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒന്ന്, അതല്ലെങ്കിൽ വേറെ സ്കില്ല് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ വേറെ ഡിപ്പാർട്ട്മെന്റ്. ആ രീതിയിൽ പ്രോസസ് അനുസരിച്ച് നമുക്ക് ഡിപ്പാർട്ട്മെന്റലൈസ് ചെയ്യാം. അതേപോലെ തന്നെ പേഴ്സൺസ്, ആരെയാണ് ഇത് നമ്മൾ ഉന്നം വയ്ക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ എന്താ പറയാ ആ ഒരു സർവീസ് ആർക്ക് വേണ്ടിയിട്ടാണ്? പല ആൾക്കാർക്ക് വേണ്ടി പല സർവീസുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ ഏത് ക്ലയൻസിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നനുസരിച്ചിട്ട് നമുക്ക് ഡിപ്പാർട്ട്മെന്റലൈസ് ചെയ്യാം. അടുത്തത് പ്ലേസ്. പ്ലേസ് വളരെ എളുപ്പമാണ് നമുക്ക് മനസ്സിലാക്കുക. ഏതൊക്കെ ഇപ്പൊ തൃശ്ശൂർ, ഇപ്പൊ കേരളം എടുക്കണമെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ 14 ജില്ലകളാകാം. അതിന് ഒരു ഡിപ്പാർട്ട്മെന്റലൈസ്, പിന്നെ ആ 14 ജില്ലകളെ വേറെ വേറെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അങ്ങനെ രീതിയിൽ ഈ ഗുല്ലിക്കിന്റെ തന്നെയാണ് കേട്ടോ ഈ നമ്മൾ അഡ്മിനിസ്ട്രേഷന്റെ സ്കോപ്പ് പഠിക്കുമ്പോൾ പോസ്റ്റ് കോർബ് വ്യൂ, ഇതും ഗുല്ലിക്കിന്റെ ആണ്. അതേപോലെ തന്നെ ഈ 4 Pകളും ഡിപ്പാർട്ട്മെന്റലൈസേഷന്റെ 4 Pകളും ഗുല്ലിക്കിന്റെ ആണ്. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിലോ. അടുത്തത് സിംഗിൾ ടോപ്പ് എക്സിക്യൂട്ടീവ് ഓർ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഈ വാക്കുകൾ പഠിച്ചിരിക്കണം കേട്ടോ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്നാണ്. തിയറി ഓഫ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില ഇത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഓക്കെ, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ ഹെഡ് ഒരു വ്യക്തിയായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഒരു വ്യക്തി ആയിരിക്കുമ്പോൾ അവരുടെ എന്താ പറയാ ഡിസിഷൻ സ്പീഡായിരിക്കും, എഫിഷ്യന്റ് ആയിരിക്കും, പിന്നെ പലതരത്തിലുള്ള ബയാസുകൾ ഉണ്ടായിരിക്കില്ല. ഇവരെന്ത് വേണ്ട എന്നാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോർഡോ അല്ലെങ്കിൽ ഒരു കൗൺസിലോ അങ്ങനെ ഒരു 10-12 ആൾക്കാർ കൂടിയിട്ട് ഡിസൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അപ്രോച്ച് എടുക്കരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വളരെ ഇൻഎഫിഷ്യന്റ് ആയിരിക്കും. ഇവര് ഒരാൾക്ക് ഒറ്റയ്ക്ക് സംസാരിച്ച് അതായത് ഒരൊറ്റ ആളാണ് ഡയറക്ഷൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതനുസരിക്കുന്ന ആൾക്കാർക്ക് വളരെ എളുപ്പമാണ്. ഒരാളോട് ചോദിച്ചാൽ മതി. ഇതങ്ങനെയല്ലോ, ഒരു ബോർഡൊക്കെ ആണെങ്കിൽ അവർ മീറ്റിംഗ് കൂടണം. ആ മീറ്റിംഗ് കൂടിയിട്ട് അതിന്റെ മെജോറിറ്റി എടുക്കണം, അതിന് മിനിറ്റ്സ് വേണം, അതിന് റൂളായിട്ട് പുറത്തേക്ക് വരണം. അപ്പൊ അത്തരത്തിലുള്ള ഒരു എഫിഷ്യൻസി അതിൽ തന്നെ കുറവുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പല ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള ബയാസ് ഉണ്ടായിരിക്കും. അപ്പൊ അവരതിന് ആ രീതിയിൽ വളച്ചൊടിക്കാൻ നോക്കും. അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ എന്താ പറയാ എഫിഷ്യൻസിയിലൊക്കെ ഇത് പ്രശ്നങ്ങൾ വരുത്തും. അപ്പൊ അതുകൊണ്ടാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, ഒരു സിംഗിൾ ടോപ്പ് എക്സിക്യൂട്ടീവ് വേണം ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും. അപ്പോഴാണ് ഇവർക്ക് എന്താ പറയാ ആ ഒരു ഓർഗനൈസേഷൻ മോർ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ. അടുത്തത് യൂണിറ്റി ഓഫ് കമാൻഡ്. ഇത് രണ്ടാമത്തെ പറഞ്ഞത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, അതായത് സിംഗിൾ ടോപ്പ് എക്സിക്യൂട്ടീവ്. അടുത്തത് യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വർക്കറിനും ഏതൊരു എംപ്ലോയിക്കും അദ്ദേഹത്തിന് ഒരൊറ്റ സൂപ്പർവൈസർ മാത്രമേ പാടുള്ളൂ. പല ആൾക്കാർ സൂപ്പർവൈസർ ആയി കഴിഞ്ഞാൽ അത് ഇതേപോലെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതുപോലെ തന്നെ പലതരത്തിൽ 2
കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേൾക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റും? ഒരാൾ പറയും അത് ചെയ്യും, മറ്റൊരാൾ പറയും അത് ചെയ്യണ്ട, ഒരാൾ പറയും ഇന്ന് ചെയ്യണം, ഒരാൾ പറയും നാളെ ചെയ്താൽ മതി. അങ്ങനെ രണ്ട് ആൾക്കാരോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അത് അത് കേൾക്കുന്ന ആൾക്ക് ഉണ്ടാവില്ല. അപ്പൊ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. അതേപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി. ഇപ്പൊ ഒരാൾ പറഞ്ഞ് മറ്റാൾ പറഞ്ഞ വർക്കാണ് ചെയ്യുന്ന പറഞ്ഞ് ഒഴിവാകും, അപ്പുറത്തെ ആളോട് തിരിച്ച് ഇതേ തന്നെ പറയാം. അപ്പൊ അക്കൗണ്ടബിലിറ്റി ഒരു പ്രശ്നം വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് യൂണിറ്റി ഓഫ് കമാൻഡ് ഒരു വ്യക്തിക്ക് ഒരു സൂപ്പർവൈസർ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്ത് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റാഫ്. സ്റ്റാഫിന്റെ കാര്യത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് the principle of staff focuses on providing specialized support to the line managers through staff role. The staff members offer advice, expertise and services to ensure smoother operation and better decision making in the organization. Okay, സ്റ്റാഫിങ്ങില് രണ്ട് തരത്തില് സ്റ്റാഫിങ് ഉണ്ടാക്കാം. ഒന്ന് അതായത് ഓക്കെ, ഒരു സിഇഒ ഉണ്ട്. അപ്പൊ സിഇഒനെ കംപ്ലീറ്റ് ആയിട്ട് വർക്കുകൾ ചെയ്യാൻ പറ്റില്ല ഒരു ഓർഗനൈസേഷന്റെ. പക്ഷെ അയാൾക്ക് ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും, ഏത് രീതിയിലാണ് കമ്പനി മുന്നോട്ട് പോകേണ്ടത്, ഓരോ തരത്തില് എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് പറയേണ്ടതെന്ന് സ്റ്റാഫിന് അറിയാൻ പറ്റും. ഈ കാര്യങ്ങൾ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു വർക്കറിനോട് ഈ സിഇഒക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്തായിരിക്കും, ഒരു ചെയിൻ ഓഫ് ഹയറാർക്കി ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിൽ സിഇഒയുടെ വാക്ക് എന്താ പറയാ, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ അഡ്വൈസ്, അതുപോലെ തന്നെ എന്താ പറയാ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളതൊക്കെ ലാസ്റ്റ് വർക്ക് ചെയ്യുന്ന ആളെ ഇൻഫോം ചെയ്യാനും അത് മോണിറ്റർ ചെയ്യാനും തരത്തിലുള്ള ഒരു സ്റ്റാഫ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ സ്പെഷ്യൽ ടാസ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോപ്പാണ്. അപ്പൊ ടെക്സ്റ്റൈൽ ഷോപ്പിൽ കസ്റ്റമറോട് ഡയറക്ട്ലി സംസാരിക്കുന്ന ഈ തുണികൾ സെയിൽ ചെയ്യുന്ന ആൾക്കാർ ഒരു സ്പെഷ്യൽ സ്റ്റാഫാണ്. ഓക്കെ, എന്നാൽ ആ മുതലാളിക്ക് ഏതൊക്കെ സ്റ്റാഫുകളോട് എങ്ങനെയൊക്കെ പെരുമാറണം, ക്ലയൻസിനോട് എങ്ങനെയൊക്കെ പെരുമാറണം, ഏതൊക്കെയാണ് കൂടുതൽ വിൽക്കേണ്ടത് എന്നൊക്കെ ഓരോ സ്റ്റാഫിനോടും പറയാൻ പറ്റില്ല. അപ്പൊ അതിനൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർവൈസറി ലെവലിലുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. ഇവര് ആ പർപ്പസ് ആണ് ചെയ്യുന്നത്. എന്നാൽ ഈ സെയിൽസ് സ്റ്റാഫ് എന്താ ചെയ്യുന്നത്, അതൊരു സ്പെഷ്യൽ വർക്കാണ്. ആ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി ക്ലയന്റ്, അവരാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. ഇത് സെയിൽ ചെയ്യുന്നത് ഇവരാണ്. പക്ഷെ ഇവരുടെ അടുത്ത് ഉള്ള കമ്മ്യൂണിക്കേഷന്റെ ഒരു ലൈൻ ഓഫ് സ്റ്റാഫ് ഉണ്ടായിരിക്കും. മെയിൻലി സൂപ്പർവൈസേഴ്സ് ആണ് അവർ വേറെ. അപ്പൊ അത്തരത്തിലുള്ള സ്റ്റാഫുകളെ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്ത് ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയുണ്ട്. അതിനാണ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റാഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ വർക്ക്, എല്ലാ വർക്കും ഇതേപോലെ തന്നെ മെയിൻ മാനേജേഴ്സിന് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഓരോ വർക്കിൻ്റെയും ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി താഴെയുള്ള ഹൈറാർക്കിയിൽ താഴെയുള്ള ആൾക്കാർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ആക്ച്വലി ഉർവിക്കും ഗുല്ലിക്കൊക്കെ പറയുന്നത് ഇത്തരത്തിലെ ഡെലിഗേഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്ത കമ്പനികളാണ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്തത്. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വലിയൊരു കമ്പനിയാണ്, ഒരു 1000 പേരുള്ള കമ്പനിയാണ്. അപ്പോൾ ഡയറക്റ്റ് സൂപ്പർവൈസർ ഓരോ 10 പേർക്കും അല്ലെങ്കിൽ 20 പേർക്കും ഡയറക്റ്റ് സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അതിന് മുകളിലാണ് 2 3 തലത്തിൽ മാനേജേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു 10-20 പേരുടെ സൂപ്പർവൈസർ ഒരാൾക്ക് ലീവ് ആരെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്രൂവ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കില്ല. അത് ഒരു സെക്കൻഡ് ലൈൻ മാനേജർക്കായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, എന്ത് ഉണ്ടാവും, ഈ സെക്കൻഡ് ലൈൻ മാനേജർ എത്ര പേരുണ്ട്, ഒരു 20 പേരുള്ള ഒരു ടീം, അതുപോലെ ചിലപ്പോൾ 4-5 ടീം ഇദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരിക്കും. അപ്പൊ 100 ആൾക്കാരുടെ ലീവ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരാളായിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും ആവശ്യത്തിനാണ് അവർ ലീവ് എടുക്കുന്നത്, അതോ ഒരുപാട് ഡീഫോൾട്ട് ചെയ്യുന്നുണ്ടോ ലീവ്, ഇത്തരത്തിൽ അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ്, അതല്ലെങ്കിൽ ചില ആൾക്കാർ കൂടുതലായിട്ട് ലീവ് എടുക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അവർക്ക് ജെനുവിൻ എന്താ പറയാ പ്രശ്നം ഉണ്ടായിരിക്കും. ഇതൊക്കെ ഈ 100 ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സെക്കൻഡ് ലൈൻ മാനേജർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതൊക്കെ മനസ്സിലാക്കാൻ. അപ്പൊ ഈവൻ റൂൾ അനുസരിച്ചിട്ട് ആരായിരിക്കും ചെയ്യേണ്ടത്, സെക്കൻഡ് ലൈൻ മാനേജറാണ് ലീവ് അപ്രൂവ് ചെയ്യേണ്ടത്.
മനസ്സിലായി. അപ്പൊ ഈ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ എന്താണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലീവ് അപ്രൂവ് ചെയ്യുന്ന ആളാണെങ്കിൽ കൂടി അയാൾക്കാണ് അതിന്റെ അതോറിറ്റി ഉള്ളതെങ്കിൽ കൂടി ഈ വർക്ക് ഡെലിഗേറ്റ് ചെയ്യുക ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർക്ക്. അപ്പൊ 20 ആൾക്കാരെ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 20 പേരുടെയും ക്യാരക്ടറും അവരുടെ ട്രെൻഡും ഒക്കെ ഇദ്ദേഹത്തിനേക്കാൾ സെക്കൻഡ് ലൈൻ മാനേജറിനേക്കാൾ കൂടുതൽ വ്യക്തമായിട്ട് അറിയാം. ഓക്കെ, അപ്പൊ ഈ ഡെലിഗേറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ, അപ്പൊ ഇവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഡിസിഷൻ, ഈവൻ സെക്കൻഡ് ലൈൻ മാനേജർ ഇദ്ദേഹത്തിനേക്കാളും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ കൂടി ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർക്കായിരിക്കും അതിലെ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്താ പറയുക ക്ലാരിറ്റി അല്ലെങ്കിൽ കൃത്യത കൂടുതലുള്ളത്. ഓക്കെ, അപ്പൊ അത്തരത്തില് എപ്പോഴൊക്കെ ഡെലിഗേറ്റ് ചെയ്യേണ്ടതുണ്ടോ അത് ആ സമയത്തൊക്കെ വർക്കുകൾ അങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എന്നാലേ ഓർഗനൈസേഷന്റെ എഫിഷ്യൻസി അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ ഇപ്പോൾ സെക്കൻഡ് ലൈൻ മാനേജർ വളരെ ഈഗോയിസ്റ്റ് ആണ്, അയാൾ പറഞ്ഞു ഞാൻ മാത്രം ലീവ് അപ്രൂവ് ചെയ്താൽ മതി, നിങ്ങൾ ആരും ലീവ് അപ്രൂവ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇദ്ദേഹത്തിന് എവിടുന്നാണ് ഇതിന്റെ സോഴ്സ്, അതിന്റെ എന്താ പറയുക തിരിച്ചറിയാനുള്ള കഴിവ്, ആ ഡിസ്ക്രിപ്ഷൻ അത്ര എളുപ്പമല്ലല്ലോ. അപ്പൊ അവർ തോന്നിയ പോലെ അപ്രൂവ് ചെയ്യും. ചില ആൾക്കാർ അത് മുതലെടുക്കും. ഓക്കെ, ചില ആൾക്കാർ ജെന്യൂൻ ആയിട്ടുള്ള കാര്യമായിരിക്കും, അപ്പോൾ ഇദ്ദേഹം അത് അപ്രൂവ് ചെയ്യില്ല. അപ്പോൾ ഓർഗനൈസേഷനിൽ ഡിസ്കണ്ടന്റ് കൂടും. അങ്ങനെ ഡിസ്കണ്ടന്റ് കൂടി കഴിഞ്ഞാൽ സ്റ്റാഫ് ലീവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും കൂടും. ഡെലിഗേഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഓർഗനൈസേഷനിലെ കാര്യത്തിൽ. പറഞ്ഞു മനസ്സിലായല്ലോ, ഒരു അതോറിറ്റി ഉണ്ടെങ്കിൽ കൂടി അവരത് എക്സസൈസ് ചെയ്യാതെ താഴെയുള്ള ആൾക്കാർക്ക് അത് ആ പവർ കൊടുക്കുന്നതിനെയാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് മാച്ചിങ് റെസ്പോൺസിബിലിറ്റി ഓഫ് അതോറിറ്റി. ഇത് എന്താണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, അതിനനുസരിച്ചിട്ടുള്ള അതോറിറ്റി കൂടി നിങ്ങൾക്ക് വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ക്ലാസ് ഉണ്ടായിരുന്നു, ക്ലാസ്സിൽ ലീഡറാണ്. ആ ക്ലാസ്സിൽ ലീഡറാണെങ്കിൽ അവർക്ക് എല്ലാവരോടും സൈലൻ്റ് ആയിട്ട് ഇരിക്കാനും ഒരു ഡിസിപ്ലിനോട് ഇരിക്കാനുള്ള എന്താ പറയുക റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷെ ആരെയും ഒന്നും എന്താ പറയുക ചീത്ത പറയാനോ ഒന്നും പാടില്ല. അപ്പോൾ അതാണ് അതോറിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കണം കുട്ടികൾ. നിങ്ങൾ ലീഡർ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കണം കുട്ടികൾ. പക്ഷെ നിങ്ങൾ കേട്ടില്ല എന്ത് ചെയ്യും, അവരെ ചീത്ത പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. അല്ലെങ്കിൽ ഓക്കെ, അപ്പൊ നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ എന്താ ചെയ്യാ, നമ്മൾ പേരൊക്കെ എഴുതിയിരിക്കില്ല, എന്നിട്ട് ടീച്ചറോട് പറയും. അറ്റ്ലീസ്റ്റ് ആ രീതിയിൽ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതോറിറ്റി കൂടി നിങ്ങൾക്ക് തരണം. ഓക്കെ, എന്നാലേ നിങ്ങൾക്ക് ആ ജോലി കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ സെയിൽസിൽ ചില നിങ്ങളുടെ കയ്യിലാണ് സെയിൽസിന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള പവർ. നിങ്ങളൊരു മാനേജറാണ്, ഒരു 10 പേരുടെ മാനേജറാണ്. അപ്പോൾ ഈ സ്റ്റാഫുകൾ എവിടേക്കാണ് വർക്ക് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കാനുള്ള അതോറിറ്റി നിങ്ങൾക്ക് വേണ്ടേ? ഉദാഹരണത്തിന് എൻ്റെ നാട് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂരിൽ ചിലപ്പോൾ കുന്നംകുളം അല്ലെങ്കിൽ ഗുരുവായൂർ ഈ ഭാഗത്തായിരിക്കും കൂടുതൽ സെയിൽസ് ഉണ്ടാവാനുള്ള സാധ്യത. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾ എന്നുള്ള രീതിയിൽ ഞാൻ ഡേറ്റ നോക്കിയിട്ട് ഞാൻ പറയും ഇന്ന കുന്നംകുളത്തെ അല്ലെങ്കിൽ ഗുരുവായൂർ ഒക്കെ പോയി നിങ്ങൾ വർക്ക് ചെയ്യുമെന്ന് പറയും. ഇപ്പോൾ കൊടുങ്ങല്ലൂരുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ അവിടേക്ക് പോകില്ല, അവരുടെ കൊടുങ്ങല്ലൂരുള്ള ഭാഗത്ത് മാത്രം ഇങ്ങനെ ചുറ്റിപ്പറ്റി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് മാറ്റാനുള്ള അതോറിറ്റി എൻ്റെ കയ്യിലില്ല, അത് എൻ്റെ സൂപ്പർവൈസർക്കാണ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ആൾക്കാണ് ഇത് മാറ്റാനുള്ള അവകാശം അതോറിറ്റി എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, പക്ഷെ ആ റെസ്പോൺസിബിലിറ്റിക്ക് അനുസരിച്ചുള്ള അതോറിറ്റി എനിക്കില്ല. അതോറിറ്റി ഉള്ളത് അതിൻ്റെ മുകളിലുള്ള ആൾക്കാർക്കാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മിസ്മാച്ച് ഒരു സമയത്തും പാടില്ല. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിക്ക് അനുസരിച്ച് ഇപ്പോൾ പോലീസിനൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ പോലീസിൻ്റെ അടുത്ത് ഒരു ക്രൗഡ് നിയന്ത്രിക്കണം, അവരോടൊന്നും എന്താ പറയുക ഒരു ലാത്തി പോലെ എടുക്കാൻ പാടില്ല. നിങ്ങൾ എന്താ പറയുക എന്താ പറയുക വളരെ സംയമനത്തോടെ സംസാരിച്ച് സ്നേഹത്തിൽ സംസാരിച്ച്, ചിലപ്പോൾ വളരെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രൗഡാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഇവർ സംസാരിച്ചുകൊണ്ട് നടക്കും. ഇല്ലല്ലോ. അപ്പോൾ അവരുടേതായിട്ടുള്ള അതോറിറ്റിയുടെ അനുസരിച്ചുള്ള ആക്ഷൻ എടുക്കേണ്ടി വരും, പോലീസ് ആക്ഷൻ എടുക്കേണ്ടി വരും. അത് ആക്ഷൻ എടുക്കാൻ വലിയ അവരുടെ ഉന്നത അധികാരികൾ സമ്മതിക്കുന്നില്ലെങ്കിൽ ഈ ഒരു മിസ്മാച്ച് വരും. റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നിങ്ങൾ ചെയ്തേ പറ്റൂ, ക്രൗഡ് കൺട്രോളിങ് നിങ്ങൾ ചെയ്തേ പറ്റൂ, എന്നാൽ നിങ്ങൾക്ക് അതിനുള്ള അതോറിറ്റി തരുന്നില്ല. ഓക്കെ, ഇതൊരു മിസ്മാച്ച് ആണ്. അത്തരത്തിലുള്ള മിസ്മാച്ച് ഒരു സമയത്തും ഓർഗനൈസേഷനിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാച്ചിങ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി എന്ന് പറയുന്നത്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ.
സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർവൈസർക്ക് കീഴിൽ ഉണ്ടാവേണ്ട എംപ്ലോയീസിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ഒരു ലിമിറ്റിൽ കൂടുതലായി കഴിഞ്ഞാൽ അവർക്ക് എല്ലാ ആൾക്കാരെയും കൺട്രോൾ ചെയ്യാനും ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റാതെ വരും. അപ്പോൾ ആ ടീമിൻ്റെ എഫിഷ്യൻസി കുറയും. ഓക്കെ, ഒരു ഒരു ദിവസം ഒരു മാനേജർ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ ഒരു 50 പേരാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ചില സ്ഥലങ്ങളിലൊക്കെ അത് നടക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഓരോരുത്തർക്കും കമാൻഡ് കൊടുക്കാനോ അല്ലെങ്കിൽ ഡയറക്റ്റീവ്സ് കൊടുക്കേണ്ടതായിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ, കൊടുക്കേണ്ടതല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ അത്ര പ്രശ്നമില്ല. എന്നാൽ ഓരോരുത്തർ ചെയ്യുന്നത് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു വർക്കാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇത്രയും വലിയൊരു സ്പാൻ ഒരു സൂപ്പർവൈസർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു നമ്പർ വേണം. ചില ആൾക്കാർ ഇത് 8 പറയുന്നത്, ചില ആൾക്കാർ അത് 20 പറയുന്നത്. പല തരത്തിലും അതിൻ്റെ സ്പാൻ ഓഫ് കൺട്രോളിനൊക്കെ ഡിസ്പ്യൂട്ട് ഉണ്ട്. ഓക്കെ, എന്നാലും പറയുന്നത് ഒരു ലിമിറ്റ് വേണം എന്നുള്ളത് തന്നെയാണ്. എത്ര പേര് വേണം എന്നുള്ളത് ഓരോ എന്താ പറയുക എൻവയോൺമെന്റ് അനുസരിച്ച്, സിറ്റുവേഷൻ അനുസരിച്ച് മാറും. പക്ഷേ സ്പാൻ ഓഫ് കൺട്രോളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഫിഷ്യൻസി കൂടാവുന്ന രീതിയിൽ ടാസ്ക് ബ്രേക്ക് ചെയ്യാം. ആ ടാസ്കുകൾ പ്രോപ്പറായിട്ട് എന്താ പറയുക ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡൂവബിൾ ആയിട്ടുള്ള ടാസ്ക് ആക്കുകയും അതിനെ വർക്ക് പ്രോപ്പറായിട്ട് വർക്കേഴ്സിന് അസൈൻ ചെയ്യുകയും ചെയ്യുക. അതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. അതുപോലെ തന്നെയാണ് പ്രിൻസിപ്പിൾ ഓഫ് കോർഡിനേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ ഡിപ്പാർട്ട്മെന്റ് ആക്കി. ഓക്കെ, അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് അവരുടേതായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കും, പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. അതിലെ ക്വാളിറ്റി അവരുടേതായുള്ള ഒരു ഹൈ ക്വാളിറ്റി അസ്യൂം ചെയ്യും, യാതൊരു റിയാലിറ്റിയും അവർ കൺസിഡർ ചെയ്യാതിരിക്കുകയും ചെയ്യുക. പ്രൊഡക്ഷൻ ആണെങ്കിൽ കംപ്ലൈന്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇവർ എത്ര നന്നായി പ്രൊഡക്റ്റ് ചെയ്താലും നമ്മുടെ പ്രൊഡക്ഷൻ ഫാക്ടറിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിക്ക് അനുസരിച്ചുള്ള ലെവലിൽ എത്ര നല്ല പ്രൊഡക്റ്റ് ചെയ്താലും ക്വാളിറ്റി അത് അഗ്രി ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊരു വിഷയമാണ്. അപ്പോൾ അത് കോർഡിനേറ്റ് ചെയ്യണം, അത് പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യണം. ഓരോരുത്തർ എന്താണ് വർക്ക് ചെയ്യേണ്ടത്, അത് പ്രോപ്പറായിട്ടാണ് ചെയ്യുന്നത്, അതിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ, ഈ ഗ്യാപ്പ് മനസ്സിലാക്കി ഹയർ ഒഫീഷ്യൽസ് അത് കോർഡിനേറ്റ് ചെയ്ത് കാലിബ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. അതിനാണ് പ്രിൻസിപ്പിൾ ഓഫ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ചെയ്യുമ്പോൾ വരുന്ന കുഴപ്പമാണ്. എല്ലാവരും ഒരേ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ കോർഡിനേഷൻ ആവശ്യമില്ല. പക്ഷെ ഓരോരുത്തരും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ജോലികളാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ജോലികൾ വരുമ്പോൾ ഇവരെ ഹാർമോണിയസ് ആയിട്ട് കൊണ്ടുവരും. ഓവറോൾ ഒബ്ജക്റ്റീവ്സ്, കോമൺ ഗോൾ എന്നുള്ളത് അച്ചീവ് ചെയ്യാൻ എന്താ പറയുക അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അതിനാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഹയറാർക്കി. ഇത് ഇതേപോലെ തന്നെ ഒരു ചെയിൻ ഓഫ് കമാൻഡ് വേണം. CEO മുതൽ അല്ലെങ്കിൽ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് മുതൽ താഴെത്തട്ടിൽ അതിൻ്റെ എന്താ പറയുക ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫ്ലോ വേണം അതോറിറ്റി റെസ്പോൺസിബിലിറ്റിയുടെ. പിന്നെ അതുപോലെ കമ്മ്യൂണിക്കേഷനും എങ്ങനെയാണ് എല്ലാ എംപ്ലോയീസും അതുപോലെ ഏതെങ്കിലും ഒരു സൂപ്പർവൈസറിന്റെ കീഴിലായിരിക്കണം. ഓക്കെ, ഒരു ചില സ്ഥലങ്ങൾ അങ്ങനെയില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ ഒരു 10 ജോലിക്കാർ അവർ സ്ഥിരം വരുന്നു പോകുന്നു, അവരെ നോക്കാൻ ആരുമില്ല. നോക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലി അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ചെയ്യുന്നുണ്ടോ, കറക്റ്റായിട്ടാണോ ചെയ്യുന്നത്, അത് അവർ വന്നിട്ട് വേറെ എന്തെങ്കിലും ചെയ്യണോ, അത് നോക്കാൻ ആരും ഇല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവർക്കും മാനേജേഴ്സ് ഉണ്ട്, ഒരു 10 ആൾക്കാർക്ക് മാത്രം മാനേജേഴ്സ് ഇല്ല. അങ്ങനെ പാടില്ല. ഒരു ഓർഗനൈസേഷനിലെ എല്ലാവർക്കും മാനേജേഴ്സ് വേണം. അതുപോലെ തന്നെ ആ മാനേജേഴ്സും ആൾക്കാർ കൃത്യമായിട്ട് അവരെ ഹയർ ലെവലിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. അത്തരത്തിലുള്ളൊരു റിപ്പോർട്ടിങ് കൃത്യമായിട്ട് ആവശ്യമാണ്. ഓക്കെ, ഇത്രയാണ് 10 പ്രിൻസിപ്പിൾസ്. എന്തെങ്കിലും പറയാനുണ്ടോ, ചോദിക്കാനുണ്ടോ? നിങ്ങൾ എത്ര പേര് ഇത് പഠിച്ചിട്ടുണ്ട് മുന്നേ? ഇത് മാനേജ്മെന്റ് പഠിക്കുന്ന എല്ലാവരും പഠിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഫെമിലിയർ ആവാനുള്ള സാധ്യത കൂടുതലാണ്.
ഓക്കെ, ഈ വാക്കുകൾ പഠിക്കാത്തവരാണെങ്കിൽ ആ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ഈ പറഞ്ഞ ഫസ്റ്റ് നമ്മൾ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ചെയ്ത് ആ ഡിപ്പാർട്ട്മെന്റുകൾ പല തരത്തിലുള്ള വർക്ക് ചെയ്യുന്ന ഡിഫറെന്റ് യൂണിറ്റിന്റെ കോർഡിനേഷൻ ആണ് എന്നുള്ള ധാരണ വേണം. അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കുമ്പോൾ അറിയാൻ പറ്റില്ല. ഓക്കെ, ഡിവിഷൻ ഓഫ് വർക്ക് ഒക്കെ പിന്നെയും കുഴപ്പമില്ല. സ്പാൻ ഓഫ് കൺട്രോൾ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയണം ഒരു സൂപ്പർവൈസർക്ക് എത്ര ഡയറക്റ്റ് എംപ്ലോയീസ് ഉണ്ട്, റിപ്പോർട്ടീസ് ഉണ്ട്. ഇതിനെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു സൂപ്പർവൈസർ. ഓക്കെ, പലതരത്തിലുള്ള കമാൻഡുകൾ ഒരു വ്യക്തിക്ക് എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഡെലിഗേഷൻ, മാച്ചിങ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ സെൽഫ് എക്സ്പ്ലനറ്ററി വേർഡാണ്, പക്ഷെ അല്ലാതെ അങ്ങനെയല്ല. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ആ നോട്ട് ഞാൻ അയച്ചു തരുമ്പോൾ നിങ്ങൾ തന്നെ സെപ്പറേറ്റ് നോട്ട് ചെയ്ത് പഠിക്കായിരിക്കും നല്ലത്. എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ അതിലെ ഈ ഭാഗത്ത്? ഓക്കെ, അപ്പൊ നമുക്ക് ഹെൻറി ഫയോളിന്റെ ഒരു 14 പ്രിൻസിപ്പിൾ ഉണ്ട്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ എന്തൊക്കെ വേണമെന്നുള്ളതാണ്. ഇത് പലതും നിങ്ങൾ ഇവിടെ കേട്ടതായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ 10 പ്രിൻസിപ്പിൾസിലേക്ക് കേട്ടതായിരിക്കും. ഓക്കെ, അതിൽ ഇല്ലാത്തതും കുറച്ചുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കേട്ട് പോകേണ്ട കാരണം വെച്ചാൽ ഞാൻ പല സ്ഥലങ്ങളിലും ഞാനിങ്ങനെ ഈ ഫയലിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും. അപ്പോൾ അത് കാരണം ഞാനും അത് ഇട്ടതാണ്. ഓക്കെ, ആക്ച്വലി നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു പോകേണ്ടത് ജനറൽ പ്രിൻസിപ്പിൾസ് ആണ്. ആ 10 നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായാൽ മതി, കൃത്യമായിട്ട് ധാരണ ഉണ്ടായാൽ മതി അത് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഫയൽസിൻ്റെ 14 പ്രിൻസിപ്പിൾ, അതിലൊന്ന് ഡിവിഷൻ ഓഫ് വർക്ക്. നമ്മൾ നേരത്തെ പഠിച്ചു തന്നെ, ഒന്ന് ജസ്റ്റ് ഞാൻ വായിക്കാം. സ്പെഷ്യലൈസേഷൻ ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി ബൈ അലൗവിങ് വർക്കേഴ്സ് ടു ഫോക്കസ് ഓൺ സ്പെസിഫിക് ടാസ്ക്സ് വേർ ദേ ക്യാൻ ബിക്കം ഹൈലി സ്കിൽഡ് ആൻഡ് എഫിഷ്യൻറ്റ്. ഓക്കെ, അതുപോലെ തന്നെ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി നമ്മൾ നേരത്തെ പഠിച്ചു തന്നെയാണ്. മാനേജേഴ്സ് മസ്റ്റ് ഹാവ് അതോറിറ്റി ടു ഗീവ് ഓർഡേഴ്സ് ആൻഡ് മേക്ക് ഡിസിഷൻസ്, ബട്ട് വിത്ത് ദാറ്റ് അതോറിറ്റി കംസ് ദ റെസ്പോൺസിബിലിറ്റി ടു എൻഷുർ ദോസ് ഡിസിഷൻസ് ആർ ക്യാരിഡ് ഔട്ട് എഫിഷ്യൻ്റ്ലി. ഓക്കെ, ഇത് ഒരു നെഗറ്റീവ് ഇതിലാണ് പറഞ്ഞത്. കാരണം അതോറിറ്റി കൂടാൻ പാടില്ലെന്ന് ഞാൻ നേരത്തെ പഠിപ്പിച്ചത്. റെസ്പോൺസിബിലിറ്റി കൂടിയിട്ട് അതോറിറ്റി ഇല്ലാത്തൊരവസ്ഥ ആകുമ്പോൾ എന്തുണ്ടാവും എന്നുള്ളതാണ്. ഇതിൽ പറയുന്നത് അതോറിറ്റി കൂടിയിട്ട് റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത അവസ്ഥ, അതും ശരിയല്ലല്ലോ. ഒരാൾക്ക് വല്ലാത്ത അതോറിറ്റി ഉണ്ട്, പക്ഷെ എന്ത് റെസ്പോൺസിബിലിറ്റി ഒന്നും എടുക്കാതെ വന്നാലും അതൊരു പ്രശ്നമാണ്. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. മാനേജേഴ്സ് മസ്റ്റ് ഹാവ് ദ അതോറിറ്റി ടു ഗീവ് ഓർഡേഴ്സ് ആൻഡ് മേക്ക് ഡിസിഷൻസ്, ബട്ട് വിത്ത് ദാറ്റ് അതോറിറ്റി കംസ് ദ responsibility to ensure those decisions are carried out effectively. And next, discipline. ഇത് മറ്റേതിലില്ല, ജനറൽ പ്രിൻസിപ്പിൾ ഇല്ല. എംപ്ലോയി മസ്റ്റ് ഫോളോ ദ റൂൾസ് ആൻഡ് അഗ്രിമെന്റ്സ് ഗവേണിംഗ് ദ ഓർഗനൈസേഷൻ. ഗുഡ് ഡിസിപ്ലിൻ റിസൾട്ട്സ് ഫ്രം എഫക്റ്റീവ് ലീഡർഷിപ്പ്, ക്ലിയർ റൂൾസ് ആൻഡ് ഫെയർ എൻഫോഴ്സ്മെന്റ്. ഒന്നും കൂടുതലായിട്ട് പറയേണ്ടതില്ലെന്ന് തോന്നുന്നു. അടുത്തത് യൂണിറ്റി ഓഫ് കമാൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ആൻ എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം ഓൺലി വൺ സുപ്പീരിയർ. ദിസ് അവോയ്ഡ്സ് കൺഫ്യൂഷൻ, കോൺഫ്ലിക്ട്സ്, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. അടുത്ത യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഓൾ ആക്ടിവിറ്റീസ് വിത്ത് ദ സെയിം ഒബ്ജക്റ്റീവ് ഷുഡ് ബി ഡയറക്റ്റഡ് ബൈ വൺ മാനേജർ ആൻഡ് വൺ പ്ലാൻ. ദിസ് എൻഷുർ ദാറ്റ് എവറി വൺ ഈസ് അലൈൻഡ് ടുവേർഡ് എ കോമൺ ഗോൾ. ഇതിൽ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിനേക്കാളും ഒരു സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഡെഫിനിഷനാണ് ഫയോളിൻ്റെ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജിൽ നമ്മൾ ഇതൊക്കെ പഠിക്കും. കാരണം യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഫയോൾ പറയുന്നതല്ല ഗുള്ളിക്ക് പറയുന്നത്, ഗുള്ളിക്ക് പറയുന്നതല്ല മൂണി പറയുന്നത്, മൂണി ആൻഡ് റെയ്ലി പറയുന്നത്. അപ്പം അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇവർ തമ്മിൽ. ഓക്കെ, അതെന്താണെന്ന് പഠിക്കില്ല, ഡിസഡ്വാൻറ്റേജസിൽ നമ്മളിത് പഠിക്കുന്നു മാത്രം. ഓക്കെ,
സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ദ ജനറൽ ഇൻട്രസ്റ്റ്. ഇത് ഫയോളിന്റെ ഇതാണ്, ജനറൽ പ്രിൻസിപ്പിൾ ഇല്ലാത്തതാണ്. ദ ഇൻട്രസ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ ആസ് എ ഹോൾ ഷുഡ് ടേക്ക് പ്രസിഡൻസ് ഓവർ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ എംപ്ലോയീസ് ഓർ ഗ്രൂപ്പ്സ്. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ പല ആൾക്കാർക്കും പല ഇൻട്രസ്റ്റ് ആയിരിക്കും. ചില ആൾക്കാർ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യില്ല, ചില ആൾക്കാർക്ക് ചില രീതിയിൽ ജോലി ചെയ്യാനായിരിക്കും ഇൻട്രസ്റ്റ്. പക്ഷെ ഓർഗനൈസേഷന്റെ ഒരു ഗോളുമായിട്ട് കാലിബ്രേറ്റ് ചെയ്യാത്തതാണെങ്കിൽ അത് നമ്മൾ അത്തരത്തിലുള്ള ഇൻട്രസ്റ്റുകൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മുടെ ഇൻട്രസ്റ്റുകൾ സബോർഡിനേറ്റ് ചെയ്യേണ്ടി വരും ഓർഗനൈസേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇത് എല്ലാവരും നല്ല എന്താ പറയാ, അങ്ങനെ നല്ല പുള്ളികളായിട്ട് അങ്ങനെ ചെയ്യണമെന്നില്ല. പക്ഷെ ഇത് മാനേജർക്കുള്ള ഇതാണ്, എന്താ പറയാ, ഡയറക്റ്റീവ് ആണ്. മാനേജറെ ഇത് നോക്കേണ്ടതുണ്ട്. എല്ലാ എംപ്ലോയീസും അവരുടെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് സബോർഡിനേറ്റ് ചെയ്യുന്നുണ്ടോ ജനറൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ അപ്പൊ അത് മാനേജറുടെ കോളാണ്, എന്താണ് അതിന് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, റെമ്യൂണറേഷൻ അടുത്തത്. Employees should be fairly compensated for their services. Fair wages and rewards help ensure job satisfaction and motivation. Remuneration നല്ല സാലറി കൊടുക്കണം എന്നാണ് പറയുന്നത്. സെൻട്രലൈസേഷൻ അടുത്തത്. The degree to which decision making is concentrated at a single point in the organization. Fayol believed a balance between centralization and decentralization is important depending on the organization's need. എല്ലാ കാര്യങ്ങളും ഒരൊറ്റ സിംഗിൾ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് നല്ലതെങ്കിൽ കൂടി അവർക്ക് ആ ഓർഗനൈസേഷനിലുള്ള എല്ലാവരും അത് അംഗീകരിക്കും. അതൊരു ഓട്ടോക്രസി ആയിട്ട് മാറില്ലേ. എന്താ പറയുക, ഒരു ഓണർ അല്ലെങ്കിൽ ഒരു മാനേജർ വളരെ മറ്റുള്ള ആൾക്കാരുടെ യാതൊരു വിധത്തിലുള്ള എതിർപ്പുകളും എല്ലാ എതിർപ്പുകളും അവഗണിച്ചുകൊണ്ട് സെൻട്രലി അവർ പറയുന്നത് മാത്രം നടപ്പിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഉണ്ടാവും, ആ ഓർഗനൈസേഷൻ കറക്റ്റായിട്ട് നടത്താൻ പറ്റില്ല. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചും കൂടി വേണം. ഓക്കെ, അത് എന്നാൽ എല്ലാ കാര്യങ്ങളും ഏറ്റവും താഴെത്തട്ടുന്നുള്ള ആൾക്കാർ പറയുന്നത് പോലെ വേണമെന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷനെ റൺ ചെയ്യാൻ പറ്റുമോ? അതും ചെയ്യാൻ പറ്റില്ല അല്ലേ. കാരണം ആ ഓരോരുത്തർക്ക് അവരുടെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഇത് രണ്ടിനെയും ബാലൻസ് ചെയ്തുകൊണ്ട് എന്നാൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡിൽ വേണം ഓർഗനൈസേഷൻ റൺ ചെയ്യാൻ. അടുത്തത് സ്കേലാർ ചെയിൻ. ദർ ഷുഡ് ബി എ ക്ലിയർ ചെയിൻ ഓഫ് കമാൻഡ് ഫ്രം ടോപ്പ് ടു ബോട്ടം, എൻഷുർ എ സ്ട്രക്ചേർഡ് ആൻഡ് ക്ലിയർ ലൈൻ ഓഫ് അതോറിറ്റി. ഇത് നേരത്തെ പറഞ്ഞ ആ ഹയറാർക്കി, പ്രിൻസിപ്പിൾ ഓഫ് ഹയറാർക്കിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അടുത്തത് ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാൻഡിന്റെ ഓർഡർ അല്ല, ഒരു ഓർഡർ വേണം. പീപ്പിൾ ആൻഡ് മെറ്റീരിയൽ ഷുഡ് ബി ഇൻ റൈറ്റ് പ്ലേസ് അറ്റ് എ റൈറ്റ് ടൈം. പ്രോപ്പർ അറേഞ്ച്മെന്റ് കോൺട്രിബ്യൂട്ട്സ് ടു എഫിഷ്യൻസി ആൻഡ് സ്മൂത്ത് ഓപ്പറേഷൻ. ഓക്കെ, ആ തരത്തിലുള്ള ഓർഡറാണ് ഉദ്ദേശിക്കുന്നത്. ഇക്വിറ്റി. അടുത്തത് ഇക്വിറ്റി. Managers should treat employees fairly and kindly. Equity ensures employee loyalty and dedication to the organization. അതും പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാക്കാമാണ്. ഇക്വിറ്റി മാനേജേഴ്സ് പ്രോപ്പർലി എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യണം. ജസ്റ്റ് നിങ്ങൾ സാലറി വാങ്ങുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ചെയ്തു പോയാൽ മതി, കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട, ആ രീതിയിലുള്ളൊക്കെയുള്ള വളരെ റൂഡായിട്ടുള്ള ഇതുണ്ട്. ഞാൻ അന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്താ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ട്, അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ല എംപ്ലോയീസ് ആഗ്രഹിക്കുന്ന. ഒരു ഫെയർലി ആൻഡ് കൈൻഡ്ലി, വളരെ ദയോടുകൂടി ഒരു മാന്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ച് മാനേജേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വേണം. അതുപോലെ സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ. High employee turnover is inefficient. Managers strive to retain employees by providing job security and stable career path. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കമ്പനികളിൽ നമ്മൾ ഒരു എംപ്ലോയി വന്നു, ആ എംപ്ലോയിനെ വന്ന് അവര് ഹയർ ചെയ്ത് അവരെ ഒരുപാട് ട്രെയിൻ ചെയ്ത് അതിനുശേഷം ഫ്ലോറിൽ പോയി ആ ഫ്ലോറിൽ അവർ കുറെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് ഒരു 5-6 മാസത്തിന് ശേഷം ഈ എംപ്ലോയി അവിടുന്ന് റിലീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇതേപോലെ തന്നെ സെയിം പാറ്റേൺ കൊണ്ടുവരണം അല്ലെ. ചില സ്ഥലങ്ങളിൽ നോളജ് ഭയങ്കര പ്രധാനപ്പെട്ടതായിരിക്കും, ആ ഒരു കമ്പനിയുടെ നോളജ് പ്രധാനപ്പെട്ടതായിരിക്കും. അപ്പൊ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ച് കൊണ്ടുവന്ന് ആ വ്യക്തി ഒരു 2-3 വർഷമെങ്കിലും അവിടെ നിൽക്കുമ്പോഴല്ലേ ആ കമ്പനിക്ക് അതിന്റെ ലാഭം കിട്ടുന്നത്.
അതല്ലാതെ വീണ്ടും ട്രെയിൻ ചെയ്യേണ്ടി വേറൊരു പുതിയൊരു എംപ്ലോയി വന്നു കഴിഞ്ഞാൽ ഒന്ന് ഒരു എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത നെയ്വായിട്ടുള്ള എംപ്ലോയീസ് വളരെ ഇൻഎഫിഷ്യൻ്റ് ആയിരിക്കും. അവർക്ക് ഇപ്പോൾ വേറെ പല ആൾക്കാരുടെയും ഹെൽപ്പ് ആവശ്യമായിരിക്കും. അപ്പോൾ അവരുടെ ഹെൽപ്പ് ചെയ്യുന്ന ആ സമയം മുഴുവൻ വേറെ പ്രൊഡക്റ്റീവായിട്ടുള്ള വർക്ക് ചെയ്യാൻ അവർക്ക് പറ്റില്ല. ഈ ന്യൂ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുന്നതിലും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലും മെന്റർ ചെയ്യുന്നതിലും സമയം പോകും. ഓക്കെ, മാത്രമല്ല ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഈ വ്യക്തി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യില്ല. അപ്പൊ സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹയർ ആൻഡ് ഫയർ മെത്തേഡിലോ കുറച്ച് വന്നു പോയി വേറെ എന്തെങ്കിലും വളരെ എന്താ പറയാ ഏത് വ്യക്തിക്കും ചെയ്യാവുന്ന തരത്തിലുള്ള ജോലികൾ, അക്വേർഡ് ആയിട്ടുള്ള നോളജ് ആവശ്യമില്ല, ട്രെയിനിങ് ആവശ്യമില്ല, അങ്ങനത്തെ ആണെങ്കിൽ അത്ര വലിയ പ്രശ്നമില്ല. എന്നാലും ഉണ്ടല്ലോ, ഇപ്പൊ ഹയർ ചെയ്യുമ്പോൾ HR വെക്കണം, HR കണ്ടിന്യൂസ് ആയിട്ട് ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 10 ആൾക്കാർ 20 ആൾക്കാർ ഇന്റർവ്യൂ ചെയ്താലേ ഒരാളെ കിട്ടുക. ഓക്കെ, അപ്പോൾ അത്രയും HR ഇത്. പിന്നെ HR ഇല്ലാത്ത സ്ഥലമാണ് ഏതെങ്കിലും കൺസൾട്ടൻസി വിളിക്കുന്നതാണ്. അപ്പോൾ കൺസൾട്ടൻസിക്ക് പൈസ കൊടുക്കണ്ട ഓരോ എംപ്ലോയിനെ ഹയർ ചെയ്യുമ്പോൾ. അപ്പൊ അത്തരത്തിലും ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ഒരു ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയിനെ എഫിഷ്യന്റ് ആക്കി മാറ്റുന്ന ആ ടെന്യൂർ വീണ്ടും ഇങ്ങനെ എന്താ പറയാ കൂടിക്കൊണ്ടിരിക്കും. ഈ കൂടുതലായിട്ട് വ്യക്തികൾ മാറി വന്നുകൊണ്ടിരുന്നാൽ. ഓക്കെ, അപ്പൊ സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് ഇനീഷ്യേറ്റീവ്. Employees should be given the freedom to propose and execute a plan, encouraging initiative, foster innovation and commitment. എപ്പോഴും മാനേജേഴ്സ് പറയുന്നത് ചെയ്യിക്കുക എന്നുള്ളതല്ല, ഈ എംപ്ലോയീസിന് വളരെ ഫ്രീഡം വേണം സജഷൻ കൊടുക്കാനും, ഇന്ന രീതിയിൽ ആണ്. അതുപോലെ തന്നെ അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാനും, ഓരോ പ്ലാൻ അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൂടി കൊടുക്കാൻ തയ്യാറാവണം. ഓക്കെ, അടുത്തത് എസ്പിരിറ്റ് ഡെ കോർപ്സ്, പ്രൊമോട്ടിംഗ് ദ ടീം സ്പിരിറ്റ്. ഇത് ആ വാക്ക് വേണമെങ്കിൽ പഠിച്ചു വെച്ചോട്ടോ, എസ്പിരിറ്റ് ഡെ കോർപ്സ്. അതൊരു ഇംഗ്ലീഷ് വാക്കല്ല, ഏതോ ഫ്രഞ്ചോ ജർമ്മനൊക്കെയാണ്. പ്രൊമോട്ടിംഗ് ടീം സ്പിരിറ്റ് ആൻഡ് യൂണിറ്റി വിൽ ബിൽഡ് ഹാർമണി ആൻഡ് മ്യൂച്വൽ റെസ്പെക്ട് വിത്തിൻ ദ ഓർഗനൈസേഷൻ, ലീഡിങ് ടു ബെറ്റർ പെർഫോമൻസ്. ആ ഒരു കമ്പനിയിലുള്ള എല്ലാവരും തമ്മിലുള്ള ഒരു ഹാർമണിന്, ടീം സ്പിരിറ്റിനെയാണ് ഈ എസ്പിരിറ്റ് ഡെ കോർപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് 14 പ്രിൻസിപ്പിൾസ്. ഇത് പഠിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇത് വായിച്ചാൽ മതി. ഐ യൂസ് ഡാഡ് സ്കോഴ്സ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഇനീഷ്യേറ്റീവ്, 2 യൂണിറ്റി ഓഫ് കമാൻഡ്, സ്കേലാർ ചെയിൻ, ഇക്വിറ്റി, അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, പിന്നെ ഡിസിപ്ലിൻ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്, സെൻട്രലൈസേഷൻ, ഓർഡർ, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, റെമ്യൂണറേഷൻ, സ്റ്റെബിലിറ്റി, എസ്പിരിറ്റ് ഡെ കോർപ്സ്. ഓക്കെ, ഇത് ഞാൻ ഇവിടുന്ന് കണ്ടതാണ്, മറ്റേ യൂട്യൂബ് ഷോർട്ട് എന്നൊക്കെ. ഇതുവരെ പറഞ്ഞതിൽ ഫയോളിന്റെ ഈ പ്രിൻസിപ്പിൾസിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതോ നമുക്ക് ഇതിന്റെ ക്രിറ്റിസിസം കൂടി നോക്കണോ ഇപ്പോൾ? ഓക്കെ, അപ്പോൾ നമുക്ക് ക്രിറ്റിസിസം നോക്കാം. Normally a principle is subject to verification, but such a universality is absent in these principles. അതായത് നമുക്ക് ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞു, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്പാൻ ഓഫ് കൺട്രോൾ. ഒരു ഓക്കെ പറയണോ? ഐ യൂസ് ഡാഡ് സ്കോഴ്സ്. ഇതൊരൊറ്റ പ്രിൻസിപ്പിൾ കോഡല്ല, ഇഷ്ടംപോലെ കോഡുകൾ നമ്മൾ യൂട്യൂബിലും ഇതിലൊക്കെ കിട്ടാനുണ്ട്. ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ, ഞാൻ ജസ്റ്റ് ഒരെണ്ണം കുഴപ്പമില്ലാത്ത നോക്കിയത് എടുത്താണ്. ഐ യൂസ് ഡാഡ് സ്കോഴ്സ്. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ ക്രിറ്റിസിസിൽ പറഞ്ഞത് ഇതൊന്ന് വെരിഫൈ ചെയ്യാൻ അത്ര എളുപ്പമല്ല.
ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 50 സ്റ്റാഫ് ഉള്ള സ്റ്റാഫ് ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സൂപ്പർവൈസർ ഉള്ള ഒരു കമ്പനി ഉണ്ടായിരിക്കും. ചിലപ്പോൾ 5 or 6 ആൾക്കാരെ മാത്രമേ അതിലെടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലായിട്ട് മീൻസ് ഒരു സ്പാനിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള കമ്പനി ഉണ്ടായിരിക്കും. നമുക്ക് അത്ര വെരിഫൈ ചെയ്യാൻ പറ്റില്ല ഇത് ഇങ്ങനെയാണ്. കാരണം 5 ആൾക്കാരുള്ള കമ്പനി ഉണ്ടായിരിക്കും, 50 ആൾക്കാരുള്ള കമ്പനി ഉണ്ടായിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് അത്ര അങ്ങോട്ട് വെരിഫൈ ചെയ്യാൻ പറ്റില്ല. എന്നാലും നമുക്ക് ഇത് മനസ്സിൽ വേണം. കാരണം ഒരു സൂപ്പർവൈസർ പല ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പനിയാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ ഒരു പ്രിൻസിപ്പിൾ എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊന്നും ഉറപ്പില്ല. There is little consistency in the work of any of these writers, either between them or within them. അതായത് ഈ ക്ലാസിക്കൽ തിയറീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് തിയറി പറയുന്ന പല ആൾക്കാരുണ്ടല്ലോ, ഇവര് ഒരാൾ പറയുന്ന അതേ തിയറി അതേ കൺസിസ്റ്റൻസിയിലല്ല വേറൊരാൾ എഴുതുന്നത്. അവർ കുറച്ചും കൂടി ഡിഫറൻസ് അല്ല. നമ്മൾ ഫെയറിന്റെ തന്നെ നമ്മൾ കണ്ടല്ലോ അല്ലെ, ആ ഒരു അതോറിറ്റി, അത് ചില വ്യത്യാസങ്ങൾ അവർ തമ്മിലുണ്ട്. ഇനി ചില വേഴ്സ്റ്റ് കേസിൽ ഒരു വ്യക്തി എഴുതുന്നതിൽ തന്നെ പല സമയത്തും ഒരു പ്രിൻസിപ്പിൾ പറയാം, അതിനെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഇവർ പറയുന്നുണ്ട്. അതിനെ ഹെർബർട്ട് സൈമൺ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുണ്ടായി. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, ലിറ്റിൽ മോർ ദാൻ ആൻ ആംബിഗ്വസ് ആൻഡ് മ്യൂച്വലി കോൺട്രഡിക്ടറി proverbs. They form neither a coherent conceptual pattern of determination nor an accurate description of concrete empirical reality. For almost every principle one can find equally acceptable contradictory principle. ഇതിൽ തന്നെ ഇവരൊരു എന്താ പറയാ, ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് പ്രിൻസിപ്പിൾ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് തിയറി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ടായിരിക്കും എന്നാണ് ഹെർബർട്ട് സൈമൺ പറയുന്നത്. ഹെർബർട്ട് സൈമണിന്റെ ഒരു അപ്രോച്ച് ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ എൽട്ടൺ മേയുടെ ഹ്യൂമൻ റിലേഷൻസ്. ഇവരൊക്കെ ഈ ക്ലാസിക്കൽ തിയറീസിനെ വിമർശിച്ചുകൊണ്ട് പുതിയ തിയറീസ് ഉണ്ടാക്കിയ ആൾക്കാരാണ്. ഇവരെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. ജസ്റ്റ് ഒന്ന് ഇത് മാത്രം പഠിച്ചാൽ മതി. ലിറ്റിൽ മോർ ദാൻ ആംബിഗ്വസ് ആൻഡ് മ്യൂച്വലി കോൺട്രഡിക്ടറി പ്രോവർബ്സ്. ഇങ്ങനെയാണ് ഹെർബർട്ട് സൈമൺ ക്ലാസിക്കൽ തിയറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇത് ആരാണ് പറഞ്ഞിട്ടുള്ളത്, എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞു. ഈ പ്രോവർബുകൾ ഉണ്ടല്ലോ അല്ലെ, ഇപ്പോ ഒന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ലുക്ക് ബിഫോർ യു ലീപ്പ്, അങ്ങനെ ഒരു പ്രോവർബ് ഇല്ല. അതായത് നിങ്ങൾ എടുത്തു ചാടുന്നതിന് മുമ്പ് ഒന്ന് നോക്കണം എന്ന് പറയാം, ലുക്ക് ബിഫോർ യു ലീപ്പ്. എന്നാൽ വേറൊരു പ്രോവർബ് ഉണ്ട്, അത് എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ, ദോസ് ഹു ഹി ഹെസിറ്റേറ്റ് ഹു ലോസ്റ്റ്. ആരെങ്കിലും അമാന്തിച്ച് നിൽക്കുന്നുണ്ടോ അവര് നഷ്ടപ്പെടും എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. എന്താ, ഹി ഹു ഹെസിറ്റേറ്റ് ഈസ് ലോസ്റ്റ്. അപ്പൊ 2 പ്രോവർബ് നോക്കൂ. ഒരു പ്രോവർബ് പറയുന്നത് ലുക്ക് ബിഫോർ യു ലീപ്പ്, നിങ്ങൾ പെട്ടെന്ന് എടുത്ത് ചാടരുത്, ഒന്ന് നോക്കിയിട്ട് വേണം ചാടാൻ. രണ്ടാമത് പറയുന്നത് നിങ്ങൾ അമാന്തിച്ച് നിൽക്കരുത്, അമാന്തിച്ച് നിന്നാൽ അപ്പൊ നിങ്ങളുടെ ചാൻസ് പോയി. ഇതാണ് ഇത്തരത്തിലുള്ള പ്രോവർബ് പോലെയാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് തിയറി എന്നാണ് ഹെർബർട്ട് സൈമൺ പറയുന്നത്. ഒരു കൺസിസ്റ്റൻസി ഇല്ല, അതുപോലെ ഒരു എംപിരിക്കൽ റിയാലിറ്റി നമുക്ക് കിട്ടില്ല. നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രൂവ് ചെയ്യാനുള്ള ഒരു എംപിരിക്കൽ റിയാലിറ്റി ഇല്ല എന്നൊക്കെ ഇതിനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ഈ ഓർഗനൈസേഷൻ പ്രിൻസിപ്പിൾസ് അറിയാതെ നമുക്കൊരു ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് പിന്നീട് വന്ന ക്ലാസിക്കൽ തിയറീസിനോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഈ ഹെർബർട്ട് സൈമൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അതിന്റെ റിലവൻസ് ആണ്. ഇപ്പോഴും റിലവൻ്റ് ആണോ? അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് അപ്രോച്ച് റിലവൻസ്. വി ഫൈൻഡ് വർക്കിംഗ് ഓഫ് ദീസ് പ്രിൻസിപ്പിൾസ് സച്ച് എസ് ഡിവിഷൻ ഓഫ് വർക്ക്, കോർഡിനേഷൻ, ഡെലിഗേഷൻ എക്സെട്ര ഇൻ ദ പ്രസന്റ് ഡേ ഓർഗനൈസേഷൻ. ഈവൻ പ്രസന്റ് ഡേ ഓർഗനൈസേഷനിലും ഇത്തരത്തിൽ ഡെലിഗേഷൻ, അതുപോലെ കോർഡിനേഷൻ, ഡിവിഷൻ ഓഫ് വർക്ക്, ഇതൊക്കെ ഇപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. മെനി പീപ്പിൾ ഹാവ് ക്രിട്ടിസൈസ്ഡ് ദ പ്രിൻസിപ്പിൾസ് ബട്ട് ദേ ഹാവ് നോട്ട് ഡെവലപ്ഡ് എനി ഓൾട്ടർനേറ്റീവ് ടു ദീസ് പ്രിൻസിപ്പിൾ. ഇതേ പ്രോപ്പറായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ വേറെ ഇതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ആരും സജസ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ ദ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഹാവ് പ്രൊവൈഡഡ് ബേസിസ് ഫോർ ഡെവലപ്മെന്റ് ഫോർ ലേറ്റർ തിയറീസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ. ഇത്ര ഞാൻ നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് ഇതിൽ പറയുന്നത്. അത് മുന്നേ ഈ ക്ലാസിക്കൽ തിയറീസിനോടുള്ള ഒരു വിമർശനമായിട്ടാണ് മറ്റുള്ള തിയറീസുകൾ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നതും വളരെ റെലവൻ്റ് ആയിട്ടുള്ള തിയറികളും ഉണ്ടാവുന്നതും.
ഓക്കെ, ഇത്രയാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് അപ്രോച്ച്. ഇത് കഴിയാണ്. ഇനി നമുക്ക് ബുധനാഴ്ച ബ്യൂറോക്രസി എടുക്കാം. ഓക്കെ, എന്തെങ്കിലും ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ? ഓക്കെ ഗൈസ്, താങ്ക് യു.